നമ്മൾ തൊട്ട് മുമ്പ് എന്ത് കണ്ടുപിടിച്ചു? P1 എന്ന് വെച്ചാൽ സ്റ്റേറ്റ് 1 നിൽക്കാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് 2 നിൽക്കാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. സെയിം പ്രൊസീജിയറാണ് P2 ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി നമ്മൾ എഴുതുന്നു. അപ്പോൾ എങ്ങനെ വരും? P2 ഓഫ് ടി വരും. മറ്റുപോലെ തന്നെ P2 ഓഫ് ടി വരും. അത് കഴിഞ്ഞ് 2ൽ നിന്ന് എന്ത് സംഭവിക്കാം? 2ൽ നിന്ന് കുറയാൻ കാരണം 2ൽ നിന്ന് 4ലോട്ട് പോകുന്നത് കൊണ്ട് അത് കുറയും. അതുകൊണ്ട് മൈനസ് ലാംഡ 2. ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാ? 2. 2ൽ നിന്ന് 4ലോട്ട് പോകുമ്പോൾ ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റ് 2. അപ്പോൾ ലാംഡ 2 ഇൻറ്റു P2 ഓഫ് ടി. അത് കഴിഞ്ഞ് ഇവിടെ എന്ന് വെച്ചാൽ കുറയുക മാത്രമല്ല കൂടുകയും ചെയ്യാം. എങ്ങനെ കൂടും? 1ൽ നിന്ന് 2ലോട്ട് വരും. ആരോ അങ്ങനെയാണ്. അപ്പോൾ അവിടെ കൂടുകയും ചെയ്യാം. അപ്പോൾ അവിടെ പ്രോബിലിറ്റി കൂടുന്നതുകൊണ്ട് ഇവിടെ പ്ലസ് വരും. പ്ലസ് ഇവിടെ കൂടുമ്പോൾ ഇതിനനുസരിച്ചുള്ള ആരോ ഏതാ? ലാംഡ 1. ലാംഡ 1 ഇവിടെ ഒരു ഡെൽറ്റ ടി ഉണ്ട്. ഡെൽറ്റ ടി ഇവിടെ ഒരു ആരോ ലാംഡ 1 പ്ലസ് ലാംഡ 1. ഇവിടെ 1ൽ നിന്ന് 2ലോട്ടല്ലേ വരുന്നത്. അപ്പോൾ കറണ്ട് സ്റ്റേറ്റ് ഏതാ? 2 അല്ല എടുക്കേണ്ടത്, 1 ആണ് എടുക്കേണ്ടത്. കാര്യം 2ൽ അത് കൂടുന്നത് 1ൽ നിന്ന് 2ലോട്ട് വരുമ്പോഴേ എന്ന് പറഞ്ഞാൽ 1ൽ നിന്നാണ് വരുന്നത്. അപ്പോൾ P1 ടി ഡെൽറ്റ ടി എന്നും കൂടെ വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഈ സൈഡിലോട്ട് കൊണ്ടുവരിക. ഡെൽറ്റ ടി കോമൺ എടുക്കാം. മൈനസും കോമൺ എടുത്തു. അല്ലല്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈക്വൽ ടു നമുക്ക് ഓർഡർ മാറ്റി എഴുതാം. P1 ടി മൈനസ് ലാംഡ 2 P2 ടി ഡെൽറ്റ ടി മാത്രം നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ dP2 ഈസ് ഈക്വൽ ടു ലാംഡ 1 P1 മൈനസ് ലാംഡ 2 P2 ഡി ടി എന്ന് കിട്ടും. ഇനി നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ P1 ഇല്ലേ, ഈ P1 നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ P1 ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ കിട്ടിയ P1 എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഇൻ്റഗ്രേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് നോക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ P2 ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന P2 അറ്റ് ടൈം ടി നമുക്ക് കിട്ടുന്ന ഫോർമുല എന്താണെന്ന് വെച്ചാൽ e⁻ മൈനസ് ലാംഡ 2t മൈനസ് e⁻ മൈനസ് ലാംഡ 1 പ്ലസ് ലാംഡ 2t. ഇതാണ് നമുക്ക് കിട്ടുന്ന P2ൻ്റെ റിസൾട്ട്. അതേപോലെ തന്നെ നമുക്ക് P3ക്കും ഇതേ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. P3ക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? P3 ടി പ്ലസ് ഡെൽറ്റ ടി. P3 ടി പ്ലസ് ഡെൽറ്റ ടി ഈക്വൽ ടു നമുക്കറിയാം P3 ഓഫ് ടി അല്ലേ. P3 ഓഫ് ടി അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? കുറയുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. മൈനസ് ലാംഡ 1 ലാംഡ 1 ഇൻറ്റു P3 ടി ഡെൽറ്റ ടി പ്ലസ് കൂടുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ലാംഡ 2 P1 ടി ഡെൽറ്റ ടി. ഇതും നമ്മൾ ഇതേപോലെ തൊട്ടുമ്പത്തെ പ്രോസസ് പോലെ ചെയ്തു വരാം. നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ്. P3 അറ്റ് ടൈം ടിക്കുള്ള ഫോർമുലയാണ് നമുക്കെന്താ e⁻ മൈനസ് ലാംഡ 1 ടി മൈനസ് e⁻ മൈനസ് ലാംഡ 1 പ്ലസ് ലാംഡ 2 ടി എന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടും. ഇനി നമുക്കിനി P4 കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു. അതായത് രണ്ടും ഫെയിലായ സിറ്റുവേഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം 4 പോസിബിലിറ്റീസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സം എന്തായിരിക്കും? P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4 ഈക്വൽ ടു 1 ആയിരിക്കും. ഇത് നമുക്കറിയാം. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നോക്ക് 2 കോമ്പണൻ്റ് ഉണ്ട്. 2 കോമ്പണൻറ്റ് പാരലലിലാണ് കണക്ട് ചെയ്തിരുന്നത് എന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ സീരീസിൻ്റെ കേസ് പറഞ്ഞ പോലെ ഇത് പാരലലിലാണ് കണക്ട് ചെയ്തിരുന്നത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും വർക്ക് ചെയ്യണം. ഒരെണ്ണമെങ്കിലും വർക്ക് ചെയ്താൽ നമുക്ക് സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ പാരലൽ കണക്ട് ചെയ്യുന്നത് P1 പ്ലസ് P2 പ്ലസ് P3 ഇത് രണ്ടും ഈക്വലൻ്റ് ആയിരിക്കും. കാര്യം P1 രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്, സിസ്റ്റം വർക്ക് ചെയ്യും. P2 ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഓക്കെയാണ്, കാരണം പാരലാണ്. ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്താൽ മതി. P3 ആണെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്താൽ മതി. P3യിൽ വർക്ക് ചെയ്യും, ആദ്യത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ P1 + P2 + P3 ചെയ്താൽ പാരലലിന് അത് ഈക്വലൻ്റ് ആണ്. അപ്പോൾ മാർക്കോവിയൻ അനാലിസിസ് വെച്ച് പാരലലിൻ്റെ റിലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സീരീസ് പോലെ നമ്മളിങ്ങനെ സീരീസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പാരലലും ചെയ്യണം. അതായത് P1 P2 P3 കണ്ടുപിടിച്ചിട്ട് ഈ P1 + P2 + P3 നമ്മൾ ആഡ് ചെയ്യണം. P1 + P2 + P3 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് P1 നമുക്ക് എന്താ കിട്ടിയത്, e⁻⁻ നേരത്തെ എഴുതിയ റിസൾട്ട് തന്നെ λ2t കിട്ടി, -e⁻⁻ λ2t -e⁻⁻ λ1 + λ2 t പ്ലസ് e⁻⁻ λ1t -e⁻⁻ λ1 + λ2 t എന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് അതിന് കിട്ടുന്ന റിസൾട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ e⁻⁻ λ1t പ്ലസ് e⁻⁻ λ2t -e⁻⁻ λ1 + λ2 t എന്നായിരിക്കും. ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി പാരലിനുള്ള എക്സ്പ്രഷൻ തന്നെയല്ലേ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് സാധനങ്ങളിങ്ങനെ A B പാരലിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് R1 ഇതിൻ്റെ R2 ആണെന്ന് വെച്ചോ. എന്ന് പറഞ്ഞാൽ ഇത് പാരലല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്, R1 R2. അപ്പോൾ നമുക്കറിയാം പാരലാണെങ്കിൽ റിലയബിലിറ്റി എന്തായിരിക്കും, R1 + R2 - R1 R2 ആയിരിക്കും പാരലായതുകൊണ്ട്. ഓരോന്നിൻ്റെ എന്താ, ഇത് e⁻⁻ λ1t, ഇതെന്താ e⁻⁻ λ2t, ഇതെന്താ -R1 R2 ആകുമ്പോൾ e⁻⁻ λ1 + λ2 t. ഇങ്ങനെയല്ലേ കിട്ടുന്നത്. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ എക്സ്പ്രഷനും. രണ്ടും ഒരേ എക്സ്പ്രഷൻ അല്ലേ. അതായത് ഇത് രണ്ടും ഇക്വലൻറ്റ് സിസ്റ്റംസാണ്. അങ്ങനെയാണ് പാരലൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി നമ്മൾ മാർക്കോവിയൻ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കുന്നത്.